മത്തായി എഴുതിയ സുവിശേഷത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ രാത്രിയിൽ എടുക്കാൻ പോകുന്നത്. അതിനുശേഷം 5 തൊട്ട് 9 വരെയുള്ള അധ്യായങ്ങൾ നമുക്ക് പഠിക്കാം. ഓക്കെ. मत्ती का सुसमाचार में नियरली 32 टाइम्स बोला गया वह वर्ड है किंगडम ऑफ गॉड, नहीं तो किंगडम ऑफ हेवन. ഏകദേശം 32 തവണ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പദമാണ് ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം. प्रभु का राज्य नहीं तो स्वर्ग राज्य, खुदावन की बादशाही नहीं तो आसमान की बादशाही करके. क्या ये दोनों सेम है या अलग है? किंगडम ऑफ गॉड और किंगडम ऑफ हेवन अलग है या सेम है? अगर हम लोग मत्ती का सुसमाचार 19वां अध्याय में अपने ध्यान को लेके आएंगे, 19वां अध्याय उसका 23 और 24 जब भी पढ़ेंगे, मैं ഭാവന സിസ്റ്റേഴ്സ് ജरा പഠിയേगा. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 23, 24 വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവരാജ്യവും സ്വർഗരാജ്യവും എന്നുള്ള പദം സെയിം തന്നെയാണ്. യേശു അവിടെ इंटरचेंजेबली യൂസ് ചെയ്യുന്നുണ്ട്. तो मैथ्यू 19, 23, 24 पढ़ेंगे तो हमें पता चलता है स्वर्ग राज्य और परमेश्वर का राज्य दोनों एक ही है. यीशु उसको इंटरचेंजेबली यूज करता हुआ हम लोग देख सकते हैं. पढ़िए अभी 19 का 23, 24. तब यीशु ने अपने चेलों से कहा, मैं तुमसे सच कहता हूं कि धनवान का स्वर्ग के राज्य में प्रवेश करना कठिन है. धनवान को स्वर्ग के राज्य में. आगे. तुमसे फिर कहता हूं कि परमेश्वर के राज्य में धनवान के प्रवेश करने से ऊंट का सुई के नाके में से निकल जाना सहज है. तो अगला वर्ड क्या यीशु ने बोला? परमेश्वर का राज्य. तो स्वर्ग राज्य और परमेश्वर का राज्य സെയിം ही है करके हम लोग देख सकते हैं. അപ്പോൾ സ്വർഗരാജ്യവും ദൈവരാജ്യവും എന്നുള്ള പദം അവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. മലയാളം ബൈബിൾ തുറന്നത് വായിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് രണ്ടും ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് മത്തായി സ്വർഗരാജ്യം കൂടുതൽ പറയുന്നത്? फिर मत्ती क्यों स्वर्ग राज्य करके नहीं तो आसमान की बादशाही करके ये वर्ड को ज़्यादा इस गॉस्पेल में इस्तेमाल किया है? व्हाट इज़ द रीज़न? ओके, सो दैट इज़ व्हाट वी आर गोइंग टू लुक. देखिए, स्वर्ग और पृथ्वी पहला दोनों एक थे. സ്വർഗവും ഭൂമിയും ഒരുമിച്ചിരിക്കുന്ന അനുഭവമായിരുന്നു ഏദൻ തോട്ടത്തിൽ. ഏദൻ की वाटिका में स्वर्ग और पृथ्वी एक अनुभव में था. राइट? परमेश्वर इंसान से बात करता था ना. परमेश्वर इंसान से बात करता था. इंसान परमेश्वर से बात करता था. മനുഷ്യനോട് ദൈവം ഇടപെട്ടു. മനുഷ്യനോട് അടുത്തിടപെട്ട ആയിരുന്നു ഏദൻ തോട്ടം. അപ്പോൾ സ്വർഗവും ഭൂമിയും ഒന്നായിരുന്നു. आप एक बात नोटिस करना, जब भी एदन की वाटिका में आप गौर से देखेंगे तो वहां पर एक चीज नहीं है, മന്ദിർ നെയ്യ്. ഏദൻ തോട്ടത്തിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ ആലയമില്ല. എന്തുകൊണ്ട് ആലയമില്ലാത്ത? കാരണം സ്വർഗവും ഭൂമിയും ഒന്നായിരിക്കുന്ന അനുഭവമായിരുന്നു. ആലയം വന്നത് എപ്പോഴാണ്? പാപം കാരണം സ്വർഗവും ഭൂമിയും അകന്നു പോയിരിക്കുന്ന ആ വേളയിൽ സ്വർഗത്തെ ഭൂമിയെ അത് ഒരുമിച്ച് കൊണ്ടുവരുന്ന ഘടകമായിരുന്നു ആലയം. ആലയ മധ്യത്തിൽ ഈ ഭൂമിയിലുള്ളവരെ സ്വർഗീയനുമായിട്ട് ബന്ധിപ്പിക്കുന്ന അനുഭവമായിരുന്നു ആലയം. लेकिन पाप के बाद क्या हुआ? स्वर्ग और पृथ्वी दोनों अलग हो गए. राइट? परमेश्वर और इंसान परमेश्वर से दूर हो गए पाप के कारण. उसके बाद पापी इंसान को परमेश्वर के साथ जोड़ने के लिए हम लोग देखते एकल नहीं तो मंदिर आया. तो एदन की वाटिका में मंदिर नहीं था, मंदिर बाद में आया, क्योंकि ये इंसान परमेश्वर के पास थ्रू मंदिर नहीं तो थ्रू एकल से आ सके. അപ്പോൾ ആലയം പാപം ചെയ്ത മനുഷ്യൻ യഥാസ്ഥാനപ്പെട്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് വരുവാൻ വേണ്ടിയുള്ള ഒരു മീഡിയേറ്റ് ആയിട്ട് നമുക്കവിടെ കാണാൻ കഴിയും. और रेवलेशन में लास्ट चैप्टर पढ़ेंगे तो वहां पर भी मंदिर नहीं है. रेवलेशन
नहीं तो प्रकाशित वाक्य आखिरी बुक में भी वहां पर मंदिर हम लोग नहीं देख सकते. വെളിപ്പാട് പുസ്തകം അവസാനത്തെ അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെയും ആലയമില്ല. കാരണം ഗോഡ് ഇസ് ദി ടെമ്പിൾ ആൻഡ് ഗോഡ് ഇസ് ദി സൺ, ഗോഡ് ഇസ് ദ ലൈറ്റ് ആൻഡ് ഹിസ് പീപ്പിൾ വിൽ സ്റ്റേ വിത്ത് ഹിം. ദൈവം തൻ്റെ ജനത്തിൻ്റെ മധ്യത്തിലായിരിക്കുന്നു. ഹെവൻ ആൻഡ് എർത്ത് കംസ് ടുഗെദർ. സ്വർഗവും ഭൂമിയും ഒരുമിച്ച് കടന്നു വരുന്ന ഒരനുഭവമാണ് വെളിപ്പാട് पुस्तक കാണുന്നത്. तो प्रकाशित वाक्य में देख सकते हैं स्वर्ग और भूमि जो है एक साथ आता हुआ अनुभव है, हम लोग देख सकते हैं रेवलेशन में. ओके, क्लियर. तो तो अभी क्या है, स्वर्ग और पृथ्वी जो है अलग है. സ്വർഗവും ഭൂമിയും വേർവിട്ടിരിക്കുന്ന അനുഭവമാണ് ഇപ്പോഴത്തെ അനുഭവം. भूमि में क्या चलता है? भूमि में इंसान का मर्जी चलता है. और ये दुनिया किसके हाथ में है? शैतान के हाथ में है. अविश्वासियों के आंख ने किसने पट्टी बांधकर बंद किया है? शैतान ने अविश्वासियों के आंखों को बंद किया है. ഭൂമിയിൽ പിശാജ് എന്താണ്, ലോകത്തെ പിശാജ് ഭരിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണാൻ. ലോകത്തിൻ്റെ പ്രഭു പിശാജാണ്. അവിശ്വാസികളുടെ കണ്ണിനെ പിശാജ് അടച്ചിരിക്കുക. ഈ ഭൂമിയിലുള്ള മനുഷ്യർ ദൈവത്തിൻ്റെ എതിരെയാണ്. एक मिसाल के लिए एक वचन को जरा पढ़िए. സാം സങ്കീർത്തനം 115:16, भजन संहिता 115 का 16 जरा देखिए. भजन संहिता 115 का 16, സങ്കീർത്തനം 115:16 നോക്കിക്കേ. स्वर्ग तो यहोवा का है, परंतु पृथ्वी उसने मनुष्यों को दी है. स्वर्ग परमेश्वर का और पृथ्वी किसको दिया है? मनुष्य को दिया है. ओके, സാം ചാപ്റ്റർ 2, ഭജൻ സംഗീത 2 അധ്യായം, സങ്കീർത്തനം 2 അധ്യായം ഒന്ന് വായിച്ചാട്ടെ. സങ്കീർത്തനം 2 അധ്യായം. जाति जाति के लोग क्यों हुल्लड़ मचाते हैं और देश देश के लोग व्यर्थ बातें क्यों सोच रहे हैं? यहोवा और उसके अभिषिक्त के विरुद्ध पृथ्वी के राजा मिलकर और हाकिम आपस में सम्मति करके कहते हैं, आओ हम उनके बंधन तोड़ डालें और उनकी रस्सियों को अपने ऊपर से उतार फेंकें. हाँ, तो पृथ्वी के लोग क्या बोल रहे हैं? हम परमेश्वर ने रखा हुआ बंधनों को सबको तोड़ दे. मतलब परमेश्वर ने रखा हुआ नियमों को हम लोग तोड़ देंगे. तो पृथ्वी के लोग जो है परमेश्वर ने तो स्वर्ग के खिलाफ में है अभी. ഓക്കെ, മലയാളത്തിൽ ഒന്ന് വായിച്ചാട്ടെ. സങ്കീർത്തനം 2 അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യം. നിഷ സിസ്റ്റർ ഒന്ന് വായിച്ചേ. സങ്കീർത്തനം 2:1 മുതലുള്ള വാക്യം. ആ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. മതി നാം മതി. അപ്പം നാം അവൻ്റെ കെട്ടുകളെ എന്ത് ചെയ്യാം? ബന്ധനങ്ങളെ നമുക്ക് അറുത്ത് മാറ്റിക്കളയും എന്ന് പറഞ്ഞാൽ ഈ കെട്ടെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ നിയമങ്ങളെ കട്ട് ചെയ്യാമെന്നാണ്. അതിലൊരു നല്ലൊരു ഉദാഹരണമാണ് വിവാഹം, അല്ലേ? സ്ത്രീ പുരുഷൻ തമ്മിലാണ് വിവാഹം വേണമെന്ന് ആരെ നിയമം വെച്ചത്? ദൈവം. അപ്പോൾ ഇന്നിപ്പം ഭൂമിയിലുള്ളവരെന്ത് ചെയ്യുക? ആ കെട്ടം പൊട്ടിക്കാം. ഇപ്പോൾ പുരുഷനും സ്ത്രീയും അല്ല, പുരുഷനും സ്ത്രീയും സ്ത്രീയും വേണം. അപ്പോൾ ദൈവം വെച്ചിരിക്കുന്ന നിയമങ്ങളെ പൊട്ടിച്ചു കളയുവാനുള്ള വ്യഗ്രതയാണ് ഭൂമിയിലുള്ള മനുഷ്യർ ചെയ്യുന്നത്. देखिए दुनिया के इंसान क्या कह रहे हैं कि आओ हम उसके बंधनों को तोड़ दें. मतलब परमेश्वर ने रखा हुआ लॉस को हम लोग तोड़ देंगे. मैंने पिछला संडे को कहा था, आप लोगों को याद होगा कि परमेश्वर ने रखा व्यवस्था है कि स्त्री पुरुष से शादी करना है, पुरुष स्त्री से शादी करना है. लेकिन दुनिया के हाकिम और दुनिया के रूलर्स और दुनिया के लोगों ने ये बंधन को तोड़ने के लिए चाहता है और कहता है कि स्त्री पुरुष नहीं, बल्कि स्त्री स्त्री से शादी करना है, पुरुष पुरुष से शादी करना है. मतलब पृथ्वी जो है परमेश्वर के खिलाफ है, आसमान के खिलाफ है. ठीक है, तो ये आसमान का परमेश्वर जो है अपना राज्य को धरती पर एक दिन पूरा लेके आएगा. ദൈവം ഒരു ദിവസം തൻ്റെ ഭരണത്തെ ഭൂമിയിലേക്ക് എന്നേക്കുമായി കൊണ്ടുവരും. एक दिन परमेश्वर अपना राज्य को इस धरती पर लेके आएगा one day. ഡാനിയൽ ചാപ്റ്റർ 2 വേഴ്സസ് 44, ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 2 അധ്യായം അതിൻ്റെ 44 വാക്യം. ഡാനിയൽ 2:44 पढ़िए, हिंदी और मलयालम में पढ़िए.
उन राजाओं के दिनों में स्वर्ग का परमेश्वर एक ऐसा राज्य उदय करेगा जो अनंतकाल तक न टूटेगा और न वह किसी दूसरी जाति के हाथ में किया जाएगा, वरन वह उन सब राज्यों को चूर चूर करेगा और उनका अंत कर डालेगा और वह सदा स्थिर रहेगा। हाँ, तो देखिए, स्वर्ग का परमेश्वर एक दिन हमेशा का एक बादशाही को स्थिर करने वाला है. ആ മലയാളത്തിൽ വായിച്ചോ? ആരെങ്കിലും ഒന്ന് മലയാളത്തിൽ ഒന്ന് പെട്ടെന്ന് വായിച്ചു തന്നെ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2:44. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാൾ നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. അപ്പം ദൈവം ഒരു ദിവസം താൻ തൻ്റെ രാജ്യത്തെ, നിലനിൽക്കുന്ന രാജ്യത്തെ സ്ഥാപിക്കാൻ വേണ്ടി വരും. परमेश्वर एक दिन अपना बादशाही को, राजगद्दी को जो है हमेशा स्थिर करने के लिए आएगा. लेकिन जीसस का फर्स्ट कमिंग में यीशु मसीह ने अपना स्वर्ग के राज्य को इस धरती पर लेके आया, लेकिन वो आत्मिक राज्य है. वो एक फिजिकल किंगडम नहीं है, बल्कि आत्मिक राज्य है. യേശു കർത്താവ് തൻ്റെ ഒന്നാമത്തെ വരവിൽ ഭൂമിയിലേക്ക് വന്നപ്പോൾ താൻ ആത്മീക രാജ്യം സ്ഥാപിച്ചു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ താൻ ഭൂമി യഥാസ്ഥാനപ്പെടുത്തി പുതുതാക്കി തൻ്റെ അക്ഷരികമായിരിക്കുന്ന രാജ്യത്തെ സ്ഥാപിക്കും. അതാണ് ദാനിയേൽ 2:44 പറയുന്നത്. ഡാനിയേൽ 2:44 क्या कहता है? एक दिन यीशु मसीह आएगा और अपने राज्य को स्थापित करेगा, लेकिन उससे पहले जीसस का फर्स्ट कमिंग में जीसस ने क्या स्थापित किया? स्पिरिचुअल किंगडम, रूहानी बादशाही को यीशु मसीह ने स्थापित किया. जॉन चैप्टर 18 उसका 36 जरा पढ़िए. 36 യോഹന്നാൻ എഴുതിയ സുവിശേഷം 18:36 വാക്യം നമ്മൊന്ന് വായിക്കാം. यीशु ने उत्तर दिया, मेरा राज्य इस संसार का नहीं. यदि मेरा राज्य इस संसार का होता तो मेरे सेवक लड़ते कि मैं यहूदियों के हाथ सौंपा ना जाता, परंतु मेरा राज्य यहाँ का नहीं. तो देखिए, यीशु मसीह का फर्स्ट कमिंग में यीशु क्या कहता है? मेरा राज्य यहाँ का नहीं है, मेरा राज्य इधर का नहीं है. യേശു എന്താ പറഞ്ഞത്? 36 വാക്യം മലയാളത്തിൽ ഒന്ന് നോക്കിക്കേ, വായിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഇരിക്കുന്നത് എൻ്റെ രാജ്യം ഐഹികമല്ല, അല്ലേ? അപ്പോൾ യേശുവിൻ്റെ രാജ്യം ഭൂമിയിലുള്ളതല്ലായിരുന്നു. ആദ്യത്തെ വരവിൽ ആത്മീകമായിരുന്നു രാജ്യം. എന്നാൽ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ താൻ തൻ്റെ രാജ്യം സ്ഥാപിക്കും. ഓക്കെ, तो यीशु मसीह का फर्स्ट कमिंग में इट वॉज नॉट ए अर्थली किंगडम, इट वॉज ए स्पिरिचुअल किंगडम. लेकिन जीसस का सेकंड कमिंग में he is going to establish the kingdom forever. Are you understanding it? മനസ്സിലാകുന്നുണ്ടോ? तो इसके लिए मैथ्यू जो है स्वर्ग का राज्य करके 32 ടൈംസ് മാത്യു ഗോസ്പൽ में लिखा है. അതുകൊണ്ടാണ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ സ്വർഗരാജ്യം എന്നുള്ള പദം യൂസ് ചെയ്യുന്നത്. എന്ത് പറയാനാ? ദൈവം യേശു ക്രിസ്തുവിൽ കൂടെ തൻ്റെ ആത്മീക രാജ്യം സ്ഥാപിച്ചു ഒന്നാമത്തെ വരവിൽ. തൻ്റെ രണ്ടാമത്തെ വരവിൽ താൻ ഐഹികമായിരിക്കുന്ന എല്ലാവർക്കും പ്രത്യക്ഷമായി കാണുന്ന രാജ്യം സ്ഥാപിപ്പിക്കും. അപ്പോൾ ആദ്യത്തെ ഈ വരവിൽ ആത്മീക രാജ്യത്തിൻ്റെ അംഗമായി തീരണം ഞാനും നിങ്ങളും. ഫസ്റ്റ് कमिंग में यीशु मसीह ने स्वर्ग का राज्य को, स्पिरिचुअल किंगडम को स्थापित किया, नहीं तो एस्टैब्लिश किया. वो स्पिरिचुअल किंगडम में मैं और आप लोग पार्ट होना बहुत ज़रूरी है. वी शुड बिकम द पार्ट ऑफ दैट स्पिरिचुअल किंगडम. ജീസസ് का ഫസ്റ്റ് മെസ്സേജ് क्या था? യേശുവിൻ്റെ ആദ്യത്തെ പ്രസംഗം എന്തായിരുന്നു? മാത്യു ചാപ്റ്റർ 4:17, മത്തായി എഴുതിയ സുവിശേഷം 4:17 വാക്യമായിരുന്നു. मैथ्यू गॉस्पल 4:17 में जीसस का फर्स्ट मैसेज को देख सकते हैं. मलयालम में और हिंदी में बाइबल में आप देखें, मैं पढ़ता हूँ. वहाँ पर लिखा है, उस समय से यीशु प्रचार करना और यह कहना आरंभ किया कि मन फिराओ क्योंकि स्वर्ग का राज्य निकट है. യേശു എന്താ പറഞ്ഞത്? അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. അപ്പോൾ യേശുവിൻ്റെ പ്രസംഗ വിഷയം എന്തായിരുന്നു? സ്വർഗരാജ്യം. യേശു मसीह का प्रचार का मेन टॉपिक क्या था? किंगडम ऑफ हेवन
खुदावन आसमान की बादशाही था यीशु मसीह का प्रचार का टॉपिक, मेन टॉपिक। ओके, तो आप लोग को समझ में आया कर मैं विश्वास करता हूँ। सो जीसस सेकंड कमिंग में अपना राज्य को स्थापित करेगा, लेकिन फर्स्ट कमिंग में स्पिरिचुअल किंगडम को यीशु मसीह इस धरती पर एस्टैब्लिश किया है। സോ പരമേശ്വർ का സ്പിരിച്വൽ കിങ്ഡം में हम लोग പാർട്ട് कैसा होंगे? യേശുവിൻ്റെ ആ ആത്മീക രാജ്യത്തിൽ നമ്മൾ എങ്ങനെ പാർട്ടാകും? कैसा പാർട്ട് होंगे? by becoming, by believing in the gospel and repenting from sins. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് തിരിയുന്നവരാണ് യേശു സ്ഥാപിച്ച ഈ ആത്മീക രാജ്യത്തിൻ്റെ അംഗമായി തീരുന്നത്. യേശു ഒരു ദിവസം തൻ്റെ രാജ്യം സ്ഥാപിപ്പിക്കും. എന്നാൽ ദൈവിക രാജ്യത്തിൽ അല്ലെങ്കിൽ ആത്മീക രാജ്യത്തിൽ കടക്കണമെങ്കിൽ നാം ഈ സുവിശേഷത്തെ വിശ്വസിച്ച് മാനസാന്തരപ്പെടണം. यीशु मसीह के इस आत्मिक बादशाही में, राज्य में हमें प्रवेश होना है. हमें सुसमाचार को विश्वास कर कर मन फिराना है, तब हम परमेश्वर यीशु मसीह के आत्मिक राज्य में प्रवेश होंगे. आर यू अंडरस्टैंडिंग दिस? That is why Matthew is using kingdom of heaven more than 30 times. അതുകൊണ്ടാണ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ 30-ൽ കൂടുതൽ തവണ സ്വർഗരാജ്യം ദൈവരാജ്യം എന്ന് പറഞ്ഞത്. ओके, now come to हम लोग मत्ती का सुसमाचार 5 से लेके 7 में हम लोग आएंगे. മത്തായി എഴുതിയ സുവിശേഷം 5 തൊട്ട് 7 വരെയുള്ള അധ്യായങ്ങളിലേക്ക് നമുക്ക് വേഗം വരേണ്ടത് ആവശ്യമുണ്ട്. ഇത് മാസങ്ങൾ പഠിക്കേണ്ട 3 അധ്യായങ്ങളാണ്. അതാണ് നമ്മളിവിടെ ഒരു ചില നിമിഷങ്ങൾ കൊണ്ട് തീർക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളെല്ലാ കാര്യം പഠിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം കൂടെ ഞാൻ പറയട്ടെ. ये जो मैथ्यू चैप्टर 5, 6, 7 जो है ये कुछ महीनों तक सीखने के लिए है इसमें, लेकिन हम लोग जो है उतना टाइम नहीं ले रहे हैं. जल्दी से ही हम लोग कुछ बातों को जो है हम लोग देख रहे हैं. ओके, सो कम टू मैथ्यू चैप्टर 5 verses 1 and 2. मत्ती एഴുതിയ സുവിശേഷം 5-ന്റെ 1-2 वाक्य. मैं हिंदी में पढ़ता हूँ, आप लोग बाइबल अपने बाइबल को खोल के देखिए, हिंदी मलयालम बाइबल में खोल के देखिए. वो इस भीड़ को देखकर पहाड़ पर चढ़ गया और जब बैठ गया तो उसके चेले उसके पास आए और वो अपना मुंह खोलकर उन्हें यह उपदेश देने लगा. യേശു പുരുഷാരത്തെ കണ്ടറെ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായ് മുഴിഞ്ഞ് അവരോട് ഉപദേശിച്ച് നിന്നാൽ എന്ന് പറഞ്ഞാൽ यहाँ पर चैप्टर 5 वर्सेस 1 and 2 में नंबर 1 मैथ्यू हमको बताता है the new Moses has arrived. പുതിയ മോശ വന്നിരിക്കുകയാണ്, പുതിയ ഉടമ്പടിയായിട്ട് വന്നിരിക്കുകയാണ്. പഴയ മോശയ്ക്ക് ഉടമ്പടി എവിടുന്നാണ് കിട്ടിയത്? പർവ്വതത്തിൻ്റെ മേളിൽ അല്ലേ? 10 കൽപ്പന എവിടാ കിട്ടിയത്? പർവ്വതത്തിൻ്റെ മേൽ ദൈവം തനിക്ക് കൊടുത്തു. ओल्ड मोसेस को, पुराना मूसा को किधर से मिला वचन 10 कमांडमेंट्स? पहाड़ के ऊपर. अब यीशु लोगों को देखकर पहाड़ पर चढ़ा है और पहाड़ पर चलकर यीशु मसीह हमको क्या दे रहा है? न्यू कवेनेंट, नया अहद को दे रहा है, नया नियम को हमको दे रहा है. न्यू कवेनेंट. डियर ब्रदर्स एंड सिस्टर्स, ओल्ड टेस्टमेंट में न्यू कवेनेंट के बारे में परमेश्वर ने ऑलरेडी प्रॉमिस किया. പഴയ നിയമത്തിൽ പുതിയ ഉടമ്പടിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഓൾറെഡി വാഗ്ദത്തം ചെയ്തതാണ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 33, 34 വാക്യം ഒന്ന് വായിച്ചാട്ടെ. ജെറമിയ के किताब चैप्टर 31 उसका 33 and 34 जरा देखिए. 31 का 33 and 34 हिंदी में और मलयालम में पढ़िए. परंतु जो वाचा मैं उन दिनों के बाद इज़राइल के घराने से बांधूंगा वह यह है, मैं अपनी व्यवस्था उनके मन में समवाऊंगा और उसे उनके हृदय पर लिखूंगा और मैं उनका परमेश्वर ठहरूंगा और वे मेरी प्रजा ठहरेंगे. यहोवा की यह वाणी है.
तब उन्हें फिर एक दूसरे से यह न कहना पड़ेगा कि यहोवा को जानो, क्योंकि यहोवा की यह वाणी है, छोटे से लेकर बड़े तक सब के सब मेरा ज्ञान रखेंगे, क्योंकि मैं उनका अधर्म क्षमा करूंगा और उनका पाप फिर स्मरण ना करूंगा. മലയാളം എഞ്ചിറപ്പടി മലയാളത്തിലൊന്ന് വായിച്ചേ. 31-33-34. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ മതി അവർക്ക് മതി മതി. അപ്പം പുതിയ ഉടമ്പടി എവിടെ എഴുതുന്നത്? കല്ലിലല്ല കുത്തുന്നത്, ഹൃദയത്തിൻ്റെ അകത്താ. न्यू कवेनेंट किधर लिखने वाला है? नया नियम किधर लिखने वाला है? पत्थरों पर नहीं, बल्कि दिल के अंदर लिखने वाला है, ഹൃദയത്തിൻ്റെ അകത്ത്. അയ്യോ, ഹൃദയത്തിൻ്റെ അകത്ത് ആരാ എഴുതാൻ പോകുന്നത്? कौन है जो दिल के अंदर लिखने वाला है? എസെക്കിയേൽ ചാപ്റ്റർ 36, 26 and 27. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36 അധ്യായം അതിൻ്റെ 26, 27 വാക്യം. എസെക്കിയേൽ 36 का 26 and 27. मैं तुमको नया मन दूंगा और तुम्हारे भीतर नई आत्मा उत्पन्न करूंगा और तुम्हारी देह में से पत्थर का हृदय निकालकर तुमको मांस का हृदय दूंगा. मैं अपना आत्मा तुम्हारे भीतर देकर ऐसा करूंगा कि तुम मेरी विधियों पर चलोगे और मेरे नियमों को मानकर उनके अनुसार करोगे. तो अभी नया ന്യൂ കവനന്റ് का मतलब क्या? എന്താണ് ഈ പുതിയ നിയമത്തിൻ്റെ അർത്ഥം? ഹൃദയത്തിൻ്റെ അകത്ത് നിയമം എഴുതും. എസെക്കിയേൽ 36, 26, 27 പറയുകയാണ്, ഞാൻ നിനക്കൊരു പുതിയ ഹൃദയം തരും, എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. അപ്പോൾ അകത്തുനിന്നൊരു രൂപാന്തരം വരുന്നതാണ് പുതിയ ഉടമ്പടി. न्यू कवेनेंट का खासियत क्या मालूम है? अंदर से आता हुआ चेंज है, बाहर से आता हुआ चेंज नहीं. अंदर मन को, हृदय को चेंज कर कर पवित्र आत्मा हमारे अंदर से प्रभु के वचन के नियमों को पालन करने के लिए मदद करता है. आर यू अंडरस्टैंडिंग दिस? दैट वो चीज़ें देने के लिए യേശു മസിഹ ആയ हुआ है. അത് നൽകാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. എന്തിനാ? പുതിയ ഉടമ്പടി. നമ്മുടെ ഹൃദയത്തെ ഉടച്ച് വാർത്ത് പുതിയ ഹൃദയത്തെ തന്ന് തൻ്റെ ആത്മാവിനെ ഉള്ളിൽ പകർന്ന് നിയമങ്ങളെ, തൻ്റെ വചനത്തെ അനുസരിക്കുവാനുള്ള കൃപ നൽകും. क्या है न्यू कवेनेंट? परमेश्वर यीशु मसीह हमारे दिल को तोड़कर नया दिल को देकर अपने वचन को नए दिल में लिखकर अपने आत्मा को हमारे अंदर डालकर प्रभु की आत्मा में शक्ति और सामर्थ देगा उसके प्रकार, वचन के प्रकार चलने के लिए. आर यू अंडरस्टैंडिंग दिस? ओके. सो മാത്യു 5, 6, 7, മത്തായി 5, 6, 7 ഗിരിപ്രഭാഷണം എന്ന് വിളിക്കാറുണ്ട്. इसको कहते हैं पहाड़ी पैगाम, sermon on the mount, or in another words the constitution of the kingdom. ദൈവരാജ്യത്തിൻ്റെ ഭരണഘടന എന്ന് വേണമെങ്കിൽ മത്തായി 5, 6, 7 വിളിക്കാം. परमेश्वर का राज्य का संविधान करके बुला सकते, कॉन्स्टिट्यूशन, संविधान. ओके. ये कॉन्स्टिट्यूशन को देने वाला कौन है? राजा खुद दे रहा है. ഈ ഭരണഘടന കൊടുക്കുന്നത് ആരാണ്? രാജാവ് തന്നെ കൊടുക്കുകയാണ്. അപ്പം ദൈവരാജ്യത്തിൽ കടന്നു വന്നൊരു വ്യക്തി ഇനി എങ്ങനെ ജീവിക്കണമെന്നാണ് മത്തായി 5, 6, 7 പഠിപ്പിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതാ ഭരണഘടനയുടെ അർത്ഥം. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അനുസരിച്ച് അവിടെ ജീവിക്കുന്ന വ്യക്തികൾ ജീവിക്കണം. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഭരണഘടനയാണ് മത്തായി 5, 6, 7. तो प्रभु का राज्य का कॉन्स्टिट्यूशन है, नहीं तो संविधान है. चैप्टर 5, 6, 7 मतलब प्रभु के राज्य में आए वे लोग अभी आगे कैसा जीना चाहिए, वो है मैथ्यू 5, 6, 7. सिंपल. ओके. तो मैथ्यू 5, 6, 7 ये करके उद्धार पाने के लिए नहीं दिया है. ഇതനുസരിച്ച് രക്ഷിക്കപ്പെടാനല്ല തന്നിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവൻ ഇങ്ങനെ ജീവിക്കണം. उद्धार मिला हुआ लोग, मन फिराया हुआ लोग ऐसा जीना चाहिए. ओके. सो ये मैथ्यू चैप्टर 5, 6, 7 का एक की वर्ड्स है, ഒരു താക്കോൽ വാക്യമുണ്ട് 5:20. मैथ्यू 5:20 है. ये सरमन ऑन द माउंट, गिरी प्रभाषणത്തിൻ്റെ താക്കോൽ വാക്യം. ये पहाड़ी पैगाम का की वर्ड्स 5 का 20, मत्ती 5 का 20 जरा देखिए.
क्योंकि मैं तुमसे सच कहता हूं कि यदि तुम्हारी धार्मिकता शास्त्रियों और फरीसियों की धार्मिकता से बढ़कर ना हो तो तुम स्वर्ग के राज्य में कभी प्रवेश करने ना पाओगे। നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് സ്പിരിച്വാലിറ്റി? എന്താണ് മതവും ആത്മികവും വ്യത്യാസം? धर्म और आत्मिक रूहानी में फर्क क्या है? धर्म जो है बाहर का आउटवर्ड अपीयरेंस ज़्यादा इंपॉर्टेंस देता है. മതം വെളിയിലുള്ള ആ ഭംഗിയാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നെങ്കിൽ ആത്മീകൻ എന്ന് പറയുന്നത് വെളിയിലുള്ള ഒരു വേഷം കെട്ടലല്ല, ഹൃദയത്തിൻ്റെ അകത്ത് നടക്കുന്ന പരിവർത്തനമാണ് ആത്മീകൻ എന്നതിൻ്റെ അർത്ഥം. आत्मिक जीवन जो है बाहर कुछ बेस बदलने से दिखता हुआ बात नहीं है. धर्म जो है बेस बदला तो धर्म के लोग बहुत हैप्पी हो जाते हैं. अच्छा से आप बेस बदल गए आप ठीक है, लेकिन आत्मिक ऐसा नहीं है, रूहानी वैसा नहीं है. बेस बदल से कार्य नहीं हुआ, अंदर परिवर्तन होना है, मन परिवर्तन होना है, अंदर पवित्र आत्मा कार्य करना है, तो ही क्या होगा? ആത്മിക് ഹോഗ. അപ്പം ഇതാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം. മത്തായി 5:6-7 ഒരു താക്കോൽ വാക്യമാണ് ഞാൻ തന്നത്. മാത്യു 5 से लेके 7 का कीवर्ड्स. तो आइए चैप्टर 5 3 से लेके 12. ഞാൻ ഈ പറയുന്ന കാര്യം എഴുതി പോണേ. मैं जो बोलता हूँ बात लिखते जाना. मैथ्यू चैप्टर 5 3 से लेके 12 तक we can see a picture of a disciple of Jesus Christ. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യൻ്റെ ഒരു പിക്ചറാണ് മത്തായി 5:3-12. यीशु मसीह का चेले का एक पिक्चर है 3 से लेके 12 वर्सेस. क्या है उधर जरा देखिए, എന്താ അവിടെ ഉള്ളത് നോക്കിക്കേ. 3 തൊട്ട് നമ്മളൊന്ന് വായിക്കുമ്പോൾ വേഴ്സസ് 3 जरा देखिए. അവിടെ क्या लिखा है? धन्य है वे जो मन के दीन है, ആത്മാവിൽ ദരിദ്രർ ആയവർ ഭാഗ്യവാന്മാർ. ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാനോ? എന്താ അതിൻ്റെ അർത്ഥം? ദാരിദ്ര്യം എന്നിവിടെ ഉദ്ദേശിക്കുന്നത്, ദൈവമേ എനിക്ക് എൻ്റെ സ്വന്തം കഴിവോ ബലമോ എൻ്റെ സ്വന്തം നീതി കൊണ്ടൊന്നും അങ്ങേ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അങ്ങയുടെ നീതിയല്ലാതെ എനിക്ക് ഒന്നുമില്ല എന്ന് തൻ്റെ ആത്മിക ശൂന്യതയെ മനസ്സിലാക്കിയവനാണ് ഭാഗ്യവാൻ. तो यीशु मसीह 3 में देखो क्या लिखा है? धन्य है वे जो मन के दीन हैं, मतलब those who have understood their spiritual bankruptcy, जो अपने आत्मिक कंगालपन को, अपने आत्मिक जीरो को जो जान लिया, परमेश्वर कहता है वो मुबारक है. जो कहता है कि परमेश्वर मेरा कोई गुण नहीं है, मेरा कोई भलाई नहीं है, मेरा कोई अच्छाई से मैं आपके पास आकर आपको कुछ नहीं कर सकता हूं, आप पर मैं भरोसा रखता हूं और आप ही मुझे अपनी धार्मिकता दे करके बोलने वाला व्यक्ति है धन्य. നമ്പർ 2, രണ്ടാമത്തെ കാര്യം, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. അയ്യോ എന്തുള്ള ദുഃഖം? വിസ അടിക്കാത്തതുകൊണ്ടുള്ള ദുഃഖമാണോ? കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാത്തതുകൊണ്ടുള്ള ദുഃഖമാണോ? അല്ലല്ലല്ലല്ല. ഈ ദുഃഖം എന്ന് പറയുന്നത്, അയ്യോ എൻ്റെ ആത്മീക ദാരിദ്ര്യം, എൻ്റെ ആത്മീക പാപ്പരത്വം ഞാൻ കണ്ട് ആത്മീകമായിരിക്കുന്ന ദുഃഖത്തെയാണ് ഇവിടെ പറയുന്നത്. देखो चौथा वचन क्या लिखा है? धन्य है वे जो शोक करते हैं. किस बात का शोक? काम नहीं है उसका शोक, विसा नहीं लगा उसका शोक. ये शोक किस बात का है? ये शोक उस बात का है कि परमेश्वर, मैं स्पिरिचुअली बैंकरप्ट हूं, मैं स्पिरिचुअली जीरो हूं, मैं आत्मिक में गरीब हूं. ये समझकर आत्मिक शोक आना, സ്പിരിച്വൽ മോർണിംഗ്, ആത്മീകമായിരിക്കുന്ന ആ ദുഃഖമുള്ളിൽ വരുന്നവൻ ഭാഗ്യവാൻ. അവനെന്താ കിട്ടും? ആശ്വാസം കിട്ടും. ആരാശ്വസിപ്പിക്കും? മനുഷ്യരല്ല കേട്ടോ, ദൈവം ആശ്വസിപ്പിക്കും. उसको क्या मिलेगा मालूम है? उधर लिखा है, वहाँ पर लिखा है उसका 4था वचन में, उसको शांति मिलेगा. कौन शांति देने वाला है? इंसान नहीं शांति देने वाला, परमेश्वर का आत्मा उनको कंफर्ट करेगा. गॉड विल कंफर्ट हिम. മൂന്നാമത്തെ എന്താണ്? സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ.
धन्य है वे जो नम्र है, अलीम है, അവർ ഭൂമിയെ അവകാശമാക്കും. ഓ പൃഥ്വിക്ക് അധികാരി ഹോങ്കെ. അപ്പം എൻ്റെ ആത്മീക പാപ്പരത്വം കണ്ടാൽ എനിക്ക് ആത്മീക ദുഃഖം വരും. എനിക്ക് ആത്മീക ദുഃഖം വരുമ്പോൾ എനിക്ക് നിഗളിക്കാൻ പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ സൗമ്യനാവും. ഇതാണ് റൂട്ട്, ഇതാണ് അടിസ്ഥാനം. ഒരു ശിഷ്യൻ്റെ അടിസ്ഥാനമായത്. तो मैं जब भी मैं समझूंगा कि मैं आत्मिक में जीरो हूं, मैं आत्मिक में कमजोर हूं, मैं अपने परमेश्वर को खुश करने के लिए मेरे में कोई मेरिट नहीं है, मैं जब भी ये समझ गया, मैं अपने रूहानी आत्मिक बातों को सोचकर विलाप करता और रोता हूं. तीसरा क्या है? ऐसा रोने वाला व्यक्ति कौन है? अलीम है. ही इज एन हम्बल पर्सन. उसको घमंड करने के लिए कुछ नहीं है. ये है बुनियाद. दिस इज द रूट. അഞ്ചാമത്തത് എന്താണ്? അഗല ക്യാ ചൗത്ത ക്യാ ഹെ? വേഴ്സ് 6, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. धन्य है वे जो धर्म के भूखे और प्यासे हैं, क्योंकि उन्हें तृप्त किया जाएगा. ഈ വിശപ്പും ദാഹവും ഒക്കെ ഉള്ളതേ അത് എന്തുവാ കാണിക്കുന്നതെന്ന് അറിയാമോ? നമുക്ക് ജീവനുണ്ടെന്ന് കാണിക്കുക. ഡെഡ് ബോഡിക്ക് വിശപ്പും ദാഹവും ഉണ്ടോ? ഇല്ല. ജീവനുള്ളവനെ വിശപ്പുള്ളൂ, ജീവനുള്ളവനെ ദാഹിക്കത്തുള്ളൂ. അപ്പം ഈ വിശപ്പും ദാഹവും കാണിക്കുന്നത് ലൈഫിനെയാണ്. എന്തിനുള്ള വിശപ്പാ? യേശുവിൻ്റെ ആ നീതി വേണമെന്നുള്ള വിശപ്പ്. യോ, യേശു നടന്നതുപോലെ എനിക്ക് നടക്കാൻ കഴിയുന്നില്ലല്ലോ, അതിനെ പോലെ കർത്താവിനെ പോലെ എനിക്ക് നടക്കണമെന്നുള്ള ആ വിശപ്പ്, ആ ദാഹം. देखिए अगला क्या है? फोर्थ क्या है? धन्य है वे जो धर्म के भूखे और प्यासे. अगर भूख और प्यास है, उसका मतलब क्या मालूम है? आपके अंदर जान है. मुर्दे के अंदर भूख और प्यास नहीं है. एक डिसाइपल कौन है मालूम है? वो मरा हुआ व्यक्ति नहीं बल्कि जिंदा है. उसको भूख और प्यास है. किसका भूख और प्यास? धर्म. कौन सा धर्म? मुझे यीशु के जैसा जीना है, यीशु जैसा चला वैसा मुझे चलने के लिए नहीं हो रहा है. ये भूख और प्यास इस चेले के अंदर होगा. ഇങ്ങനെ അടിസ്ഥാനവും ഉള്ള ജീവനുള്ള ശിഷ്യൻ്റെ ഫലം എന്താ? അതാണ് 7, 8, 9. കരുണയുള്ളവനായിരിക്കും. 2, ശുദ്ധിയുള്ളവനായിരിക്കും, ഹൃദയശുദ്ധിയുള്ളവനായിരിക്കും. 3, സമാധാനം ഉണ്ടാക്കുന്നവനായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ അടിസ്ഥാനവും ജീവനുള്ള ശിഷ്യൻ എങ്ങനെയുള്ളവൻ്റെ ആ വ്യക്തിയുടെ ഫലം എന്താ? 3 കാര്യമാണ്. 1, കരുണയുള്ളവനായിരിക്കും. 2, ഹൃദയശുദ്ധിയുള്ളവനായിരിക്കും. 3, സമാധാനം ഉണ്ടാക്കുന്നവനായിരിക്കും. ऐसा बुनियाद और ऐसा जीवन जिस डिसाइपल में है, उसका फ्रूट क्या है? उसका फल क्या है? उसका फल क्या है? उसका 7वां वचन, दयावंत है. He will be merciful. God is mercy, so I will be also mercy. दयावंत होगा, रहमत दिखाएगा, करुणा दिखाएगा. सेकेंड फ्रूट क्या है? अगला फ्रूट क्या है? मन के शुद्ध होगा. He will be pure in heart. Not perfect in heart, but pure in heart. പെർഫെക്റ്റ് എന്നല്ല അവിടെ ഇരിക്കുന്നത്, ശുദ്ധിയുള്ളവനായിരിക്കും. പ്യോർ ഹോഗ. ദുരർത്ഥമൊന്നും കാണത്തില്ല, ഡബിൾ മീനിങ് കുച്ച് നീ ഹോഗ. ഹി വിൽ ബി പ്യോർ ഇൻ ഹാർട്ട്. ശുദ്ധിയുള്ളവനായിരിക്കും. शुद्ध मन का शुद्ध होगा. और अगला फ्रूट क्या है मालूम है? मेल करवाने वाला होगा. झगड़ा करवाने वाला नहीं होगा. मेल करवाने वाला होगा दूसरों को. എന്തോ എഴുതിക്കുന്നത് മലയാളത്തിൽ? സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കും. പക്ഷേ നമ്മുടെ പ്രശ്നം എന്നാൽ ഒത്തിരി നമുക്ക് സമാധാന കൊതിയന്മാരാണ് കൂടുതലുള്ളത്, ഇല്ലേ? നമുക്ക് വഴക്കും വയ്യ വെയിലൊന്നും വേണ്ട ബ്രദറെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സമാധാന കൊതിയന്മാരാണ് ഒത്തിരി ഉള്ളത്. സമാധാന കൊതിയൻ എന്നല്ല അവിടെ ഇരിക്കുന്നത്, സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കും. വഴക്കുണ്ടാക്കുന്നവനും ഉണ്ടാക്കുന്നവനും അവിടെ ഇരിക്കുന്നത്, സമാധാനം ഉണ്ടാക്കുന്നവനായിരിക്കും. ഇതാണ് ഫലം. ये है फ्रूट. क्या है? मर्सी, प्योरिटी. नंबर 3 is peace. mercy, purity, peace. करुण, शुद्धि, समाधाനം. अभी मैं आप लोग से एक बात पूछूं, ഒരു ചോദ്യം ചോദിക്കട്ടെ? ഒരു മരത്തെ ഫലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തോ തോന്നുന്നത്? ആദ്യം ഒത്തിരി ഉയർന്നിരിക്കുന്ന ഒരു മരമാണെന്ന് വിചാരിച്ചു. ഈ ഊച്ചയ്ക്ക്
ट्री है, जरा समझो, उसमें ढेर सारा फ्रूट है, अपन को क्या मन करता है क्या करने के लिए? मेरा पापा ने मुझे बोला हुआ एक बात है, जब मैं मम्मी के पेट में था, मेरा मम्मी इधर ही है, എൻ്റെ അമ്മയോടെ ഉണ്ട്, मैं मम्मी के पेट में था, वो लोग रोड में चलने के वक्त एक पत्थर उठाकर आम के पेड़ पर मारा, वो करेक्ट जाके निशानी लगा और उसमें से एक आम नीचे गिर गया. നിഷാനി കറക്റ്റ് എത്താം, കറക്റ്റ് ഉന്നം വെച്ച് ഒരു കല്ലെടുത്തെറിഞ്ഞ് ആ മാവിൽ നിന്ന് മാങ്ങ കറക്റ്റ് താഴെ വീണു. അപ്പം വൃക്ഷത്തിൽ ഫലം കണ്ടാൽ നമുക്ക് എന്താ തോന്നുന്നത്? കല്ലെറിയാൻ അല്ലേ? पेड़ के अंदर जब भी हम लोग फल को देखते हैं तो क्या मन होता है? पत्थर फेंकना. एक डिसाइपल के जीवन में फ्रूट है तो समझना दुनिया पत्थर फेंकेगा. ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു ശിഷ്യന്റെ ജീവിതത്തിൽ ഫലമുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, ലോകം എന്തോ ചെയ്യുന്നറിയാമോ? കല്ലെറിയും, കല്ലെറിയും, കല്ലെറിയും. അതാണ് 10ാമത്തെ വാക്യം. वो है verses 10. എന്താ 10ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്? धन्य है वे जो धर्म के कारण सताए जाते हैं, क्योंकि स्वर्ग का राज्य उन्हीं का है. നീതി നിമിത്തം കല്ലെറിഞ്ഞ് നീതി നിമിത്തം കല്ലെറി കേൾക്കുക, അല്ലെങ്കിൽ കല്ലെറിയുകയാണ്, ഉപദ്രവിക്കുകയാണ്, അവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ, ബിക്കോസ് ഓഫ് റൈച്ചസ്നെസ് പീപ്പിൾ ആർ ത്രോയിങ് സ്റ്റോൺസ് അറ്റ് യു. जीसस इज सेइंग यू आर ब्लेस्ड. सो डिसाइपल का पिक्चर देखा, और शिष्यന്റെ पिक्चर കണ്ടോ? റൂട്ട്, ലൈഫ്, ഫ്രൂട്ട്. അടിസ്ഥാനം, ജീവൻ, ഫലം. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ 5 verses 13 till 16. 5ാം അധ്യായത്തിന്റെ 13 തൊട്ട് 16 വാക്യം. ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഡിസൈപ്പിൾ. ഒരു ശിഷ്യൻ എങ്ങനെ സമൂഹത്തെ സ്വാധീനിക്കുന്നു എന്നാണ് 13 തൊട്ട് 16 വരെയുള്ള വാക്യം. 13 16. ഹൂ ഈസ് ദ ഡിസൈപ്പിൾ? ആരാണ് ശിഷ്യൻ? ഈസ് ദ സോൾട്ട് ആൻഡ് ദ ലൈറ്റ്. ആരാണ് ശിഷ്യൻ? അവൻ ഉപ്പാണ്, അവൻ വെളിച്ചമാണ്. वो नमक है और वो रोशनी है. That is the influence of a disciple. എന്തായി ഉപ്പും, എന്തായി വെളിച്ചം? എന്താ ये उप्पू, ये വെളിച്ചം? क्या है नमक और ये लाइट क्या है? कौन बता सकता है मुझे? The salt and the light is the character of a disciple. ശിഷ്യന്റെ ക്യാരക്ടറാണ്, ശിഷ്യന്റെ സ്വഭാവമാണ്. അതാണ് മത്തായി 5:3 തൊട്ട് 12 വരെ നമ്മൾ കണ്ട ക്യാരക്ടർ. 5 का 3 से लेके 12 हमने देखा ना, डिसाइपल का पिक्चर, कैरेक्टर. ये कैरेक्टर है सॉल्ट. ഈ ക്യാരക്ടറാണ് ഉപ്പ്, ഈ ക്യാരക്ടറാണ് വെളിച്ചം. ഏതാ? കരുണയുള്ളവൻ, ഹൃദയശുദ്ധിയുള്ളവൻ, സമാധാനം ഉണ്ടാക്കുന്നവൻ, ആത്മാവിൽ ദരിദ്രൻ, ദുഃഖിക്കുന്നവൻ, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവൻ, जो मन के दीन है, जो मन के गरीब है, रास्तबाजी के लिए भूखा और प्यासा है, नम्र है. ये कैरेक्टर है सॉल्ट, ये कैरेक्टर है लाइट. मटन करी कितना भी अच्छा बनाओ, मटन करी എത്ര നല്ലപോലെ ഉണ്ടാക്കിയാലും സ്മെൽ ബി അച്ഛ ആയ ഹോഗ, നല്ല സ്മെല്ലും ഉണ്ടാകും, നല്ല മണവും ഉണ്ടാകും മട്ടൻ കറിയെ. ലേക്കിൻ സോൾട്ട് നെയ്യ് तो कोई फायदा नहीं. ഉപ്പില്ലെങ്കിൽ ഒരു ഗുണവും ഇല്ല. സോൾട്ട് കിतना डालना चाहिए? എത്ര ഉപ്പിടണം? ഒരു കപ്പ് ഉപ്പിടണോ? ഒരു മട്ടൻ കറിക്ക് അത് ഒരു കപ്പ് ഉപ്പ് വേണോ? വേണ്ട, ഇത്രയും മതി. एक छोटा बर्तन का मटन करी में कितना नमक चाहिए? 1 कप पूरा भर के चाहिए क्या? नहीं, हाफ स्पून. इतना बड़ा मटन करी में इतना छोटा सा सॉल्ट लेकर तो इन्फ्लुएंस देखिए. ഇത്രയും വലിയ മട്ടൻ കറിക്കകത്ത് ഇത്രയും ചെറിയ ഉപ്പ് കൊണ്ടിരുന്ന ആ സ്വാധീനം നോക്കിക്ക്. ഇതാ ശിഷ്യൻ. സമൂഹത്തിൽ നമ്മളെ ഇതിനാ ആക്കിയിരിക്കുന്നത്. परमेश्वर ने मुझे आप लोग को इस सोसाइटी में, दुबई में, शारजा में, सऊदी में, केरला में, इंडिया में, परमेश्वर ने हमको क्यों रखा है? टू इन्फ्लुएंस, दूसरों को जो इन्फ्लुएंस, प्रभाव डालने के लिए, दूसरों को प्रभाव डालने के लिए, दूसरों के लिए आशीष का कारण बनने के लिए, टू बिकम ए ब्लेसिंग फॉर अदर्स.
राइट. समझिए आपके घर के ऊपर टांकी है, समझो बड़ा वाटर टैंक. വീട്ടിൻ്റെ മേളിൽ വലിയ വാട്ടർ ടാങ്ക് ഉണ്ട്. वो टांकी पूरा भर के पानी, आ टैंक നിറച്ചും വെള്ളമാണ്. लेकिन वो टांकी से नीचे आने के लिए पाइप नहीं है तो क्या फायदा है? ആ ടാങ്കിൽ നിന്ന് വീട്ടിലോട്ട് വരാൻ പൈപ്പ് ഇല്ലെങ്കിൽ എന്തോ ഗുണം? ഒരു ഗുണവും ഇല്ലല്ലേ? ഒരു ഗുണവുമില്ല. ടാങ്ക് നിറഞ്ഞത് കൊണ്ട് എന്താ കാര്യം? ബൈബിൾ നോളേജ് അറിഞ്ഞത് കൊണ്ട് മാത്രമായില്ല. നല്ല സ്വഭാവത്തോടെ ജീവിക്കുന്നത് മാത്രമല്ല, നാം ആ ടാപ്പ് പോലെ മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രദമായി തീരണം. एक टैप के जैसा दूसरों के लिए ब्लेसिंग का कारण हम लोग बनना चाहिए. हम लोग पढ़ा, हम लोग सीखा, हमको सब कुछ मालूम है, हमारा नोटबुक पूरा भर गया है. നോട്ട്ബുക്ക് എല്ലാം എഴുതി എഴുതി അധികം നിറച്ച് വെച്ചിരിക്കുക. വാട്ട് ഈസ് ദ പോയിന്റ് ഇഫ് യു ആർ നോട്ട് ബീയിങ് ബ്ലെസ്സിങ് ടു അതേഴ്സ്? മറ്റുള്ളവർക്ക് നാം അനുഗ്രഹമായി തീർന്നില്ലെങ്കിൽ ഈ നോളജും കൊണ്ട് എന്താ കാര്യം? We should be a blessing. So हम लोग आज प्रार्थना करें, लॉर्ड मेक मी अ चैनल ऑफ ब्लेसिंग टू अदर्स. എന്നെ ഒരു പാത്രമാക്കി, മറ്റുള്ളവർക്ക് അനുഗ്രഹ പാത്രമാക്കി എന്നെ എടുത്ത് ഉപയോഗിക്കുമാറാകണമേ. कितने लोग प्रार्थना करेंगे उसके लिए? परमेश्वर यू विल ब्लेस मी, ഐ വോണ്ട് ടു ബി എ ബ്ലെസ്സിങ് ഓൾസോ. ഞാൻ അനുഗ്രഹ പാത്രമായി തീരണം കർത്താവെ. മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വ്യക്തിയായി തീരണം. എന്നെ അതിനെ ഉപയോഗിക്കുമാറാണ്. उसके लिए मुझे बदल ताकि मैं दूसरों को इन्फ्लुएंस करने वाला उस बर्तन वेसल बन जाऊं. And when we influence others, you know, God takes all glory. നാം മറ്റുള്ളവരെ സ്വാധീനിക്കുമ്പോൾ ആർക്കാ മഹത്വം കിട്ടുമെന്ന് അറിയാമോ? ദൈവത്തിന് മഹത്വം കിട്ടുന്നത്. जब हम दूसरों को इन्फ्लुएंस करेंगे तो महिमा किसको मिलता है मालूम है? परमेश्वर को महिमा मिलता है. सी verses 16, 16ാമത്തെ വാക്യം നോക്കിക്കേ. ആൻഡ് when they see your good works and glorify your Father who is in heaven. സ്വർഗസ്ഥനായ ദൈവത്തിന് മഹത്വം കിട്ടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഒരു ശിഷ്യൻ്റെ ഇൻഫ്ലുവൻസ് ആണ് 5:13-16. तो एक डिसाइपल का इन्फ्लुएंस है चैप्टर 5 का 13 से लेकर 16. ओके, नाउ चैप्टर 5 17 से लेकर 48 तक, 5ാം അധ്യായം 17 തൊട്ട് 48 വരെയുള്ള വാക്യത്തിൽ എങ്ങനെയാണ് പഴയ നിയമത്തെ യേശു വ്യാഖ്യാനിച്ചെന്നാണ് നമ്മളവിടെ കാണാൻ കഴിയുന്നത്. किस तरह ओल्ड टेस्टमेंट के स्क्रिप्चर को यीशु मसीह ने समझाया है चैप्टर 5 का 17 से लेके 48 तक. ओके, तो डिसाइपल्स एंड द वर्ड ऑफ गॉड, ഒരു ശിഷ്യനും ദൈവത്തിൻ്റെ വചനവും. ശിഷ്യൻ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുകയും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാത്ത വ്യക്തിയാണ്. एक चेला कौन है मालूम है? प्रभु का वचन में ऐड भी नहीं करेगा, सब्ट्रैक्ट भी नहीं करेगा. प्रॉपर साउंड रीति से उसको समझाएगा, उसको समझेगा. ശരിയായ രീതിയിൽ അതിനെ മനസ്സിലാക്കുകയും പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണ് ശിഷ്യൻ. तो 17 से लेके 48 तक यीशु मसीह 6 एग्जाम्पल्स को लेता है ओल्ड टेस्टमेंट से. പഴയ നിയമത്തിൽ നിന്ന് 6 വചനങ്ങളെ എടുത്ത് അതിനെ ശരിക്ക് വ്യാഖ്യാനിച്ച് കൊടുക്കുകയാണ്. 6 वचनों को लेता है. मैं वर्सेस देता हूँ, आप लोग लिख के लेना. वर्सेस 21, 21ാമത്തെ വാക്യം, 5:21, 5:21. എന്താ എഴുതിയിരിക്കുന്നത്? കുല ചെയ്യരുത് എന്ന് ആരെങ്കിലും കുല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യൻ ആകും എന്ന് പൂർവന്മാരോട് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ കുല ചെയ്യരുത് എന്നുള്ളതിൻ്റെ അർത്ഥം യേശുവോട് വ്യാഖ്യാനിച്ചു കൊടുക്കുക. तुमने सुन चुका है कि पूर्व काल के लोगों से कहा गया था कि हत्या ना करना. तो वो वचन को किस तरह यीशु इंटरप्रेट करता है देखिए. 21, 27 സെക്കൻഡ് എക്സാമ്പിൾ. 27ാമത്തെ വാക്യത്തിൽ 2ാമത്തെ എക്സാമ്പിൾ കാണുക. വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. तुम सुन चुके हो कि कहा गया था कि व्यभिचार नहीं करना. सेकंड एग्जाम्पल. 3ാമത്തെ എക്സാമ്പിൾ 31ാമത്തെ വാക്യം, verses 31. यह भी कहा गया था कि कोई अपनी पत्नी को त्याग दे तो उसे त्याग पत्र दे. ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണ പത്രം
കൊടുക്കട്ടെ എന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതാണ് നാലാമത്തെ കാര്യം. ഓക്കെ, നെക്സ്റ്റ് വേഴ്സസ് 33. സോറി, तीसरा था. നാലാമത്തെ കാര്യം വേഴ്സസ് 33, 33 വാക്യം. 33. फिर तुम सुन चुके हो कि पूर्व काल के लोगों से कहा गया था कि झूठी शपथ ना खाना, കള്ളസത്യം ചെയ്യരുത് എന്ന് പൂർവികന്മാരോട് പറഞ്ഞ് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതാണ് നാലാമത്തെ. നമ്പർ 5 വേഴ്സസ് 38, 38 വാക്യം. 38. കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലു എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. തുമ്നെ സുൻ ചുക്കേ കാ ഗയാ താ കി ആँख के बदले आँख और दांत के बदले दांत. അഞ്ചാമത്തെ എക്സാമ്പിൾ. ഇനി ആറാമത്തെ എക്സാമ്പിൾ വേഴ്സസ് ദ നമ്പർ 6, 43 വാക്യം. 43. तुम सुन चुके हो कि कहा गया था कि पड़ोसी से प्रेम रखना और अपने बैरी से बैर. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇനി ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണേ. ഈ വാക്യങ്ങളെ പരീശന്മാരും ശാസ്ത്രിമാരും പഠിപ്പിച്ച രീതി തെറ്റായിരുന്നു. നോക്കിക്കേ, 43 വാക്യം തന്നെ നോക്കിക്കേ. പഴയ നിയമത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്താ പറയുന്നത്, ശത്രുവിനെ പകയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ല. പക്ഷെ ശാസ്ത്രിമാരങ്ങനെ പഠിപ്പിച്ചത്. കൂട്ടുകാരനെ സ്നേഹിക്കണം, പിന്നെ ശത്രുവിനെ എന്ത് ചെയ്യണം, പകയ്ക്കണമെന്ന്. യേശു അതിനെ തിരുത്തി. അപ്പം ശാസ്ത്രിമാരും പരീശന്മാരും പഠിപ്പിച്ചതിൻ്റെ തെറ്റായ വ്യാഖ്യാനം ചൂണ്ടിക്കാണിച്ച് ശരി എന്താണെന്ന് പഠിപ്പിക്കുകയാണ് ഈ 17 തൊട്ട് 48 വരെയുള്ള വാക്യങ്ങൾ. 17 से लेके 48, 43 वचन जरा देखिए. 43 वचन. तुम सुन चुके हो कि पड़ोसी से प्रेम रखना और अपने बैरी से बैर. ओल्ड टेस्टमेंट में, पुराने नियम में परमेश्वर ने ऐसा बोला था कि दुश्मनों से नफरत करो करके? नहीं. लेकिन ये फरीसी लोगों ने और शास्त्री लोगों ने, जो स्क्राइब्स हैं, वो लोगों ने उस टाइम लोगों को गलत सिखाया. उन्होंने बोला कि तुम पड़ोसी से प्रेम करो, दुश्मनों से नफरत करो. यीशु मसीह ने करेक्ट किया, बोला कि ऐसा नहीं है, ദുഷ്മനോ സേ ബി പ്രേം കർണേ കെ ലിയേ മൈ തുമേ സിഖാതാ ഹൂം. എന്നാൽ കർത്താവ് എന്തോ തിരുത്തി പറഞ്ഞത്? ശത്രുക്കളെ സ്നേഹിക്കണമെന്ന്. മനസ്സിലായോ? അപ്പോൾ ശിഷ്യനും ദൈവത്തിൻ്റെ വചനവും, ഡിസൈപ്പിൾ ആൻഡ് ഗോഡ്സ് വേർഡ്. ഇനി അടുത്തത് 6-ാം അധ്യായം അതിൻ്റെ 1 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളിൽ, ചാപ്റ്റർ 6 का 1 से लेके 18 वर्सेस जो है, देयर आर 3 एग्जाम्पल्स. ഒരു ശിഷ്യൻ്റെ നീതിയെക്കുറിച്ചാണ്. एक डिसाइपल का रास्तबाजी के बारे में, धर्म के बारे में. ഒന്ന്, എങ്ങനെ ഭിക്ഷ കൊടുക്കണം. सबसे पहला, किस तरह हमें दूसरों को दान देना है. किस तरह दूसरों को दान देना. हाउ यू शुड गिव आर्म्स गिविंग. എങ്ങനെ ഭിക്ഷ കൊടുക്കണം. मुंब ही कागड़ ऊदी फेसबुक की पोस्ट ചെയ്തിട്ടല്ല കൊടുക്കേണ്ടത്. फेसबुक में पोस्ट करके सामने फ़ोटो खींच के नहीं देना है. वो ये ब्लोइंग ट्रम्पेट का मतलब. ഇതാണ് കാകള ഊതുന്നതിൻ്റെ അർത്ഥം. അന്ന് അവർ കാകള ഊതി, ഇന്ന് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇവരെ സഹായിച്ചു അവരെ സഹായിച്ചു. അങ്ങനെ ചെയ്യരുത്. ചെയ്യുന്നെങ്കിൽ അതെന്ത് ചെയ്യണം, മറ്റുള്ളവർക്ക് വിളങ്ങേണ്ടതിന് വേണ്ടി ചെയ്യരുത്. ദുസറോക്ക് ദിക്കാനേക്കിൽ नहीं करना. 2, दूसरा ചാപ്റ്റർ 6 का 5 से लेके 15, 6-ാം അധ്യായത്തിന് 5 തൊട്ട് 15 എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പഠിപ്പിച്ചതിന് ശേഷം എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറയുക. चैप्टर 6 का 5 से लेके 15 में कैसा प्रार्थना नहीं करना है करके बोलने के बाद कैसा प्रार्थना करना है करके यीशु मसीह बोल रहे हैं. മനസ്സിലാവുന്നുണ്ടോ പ്രിയരെ? അടുത്തത് 6-ാം അധ്യായം 16 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളിൽ, ചാപ്റ്റർ 6 का 16 से लेके 18 വേഴ്സസ് में ആദ്യം എങ്ങനെ ഉപവസിക്കരുത് പറഞ്ഞിട്ട് എങ്ങനെ ഉപവസിക്കണം എന്ന് പറയുക. कैसा उपवास नहीं करना है, फिर उसके बाद कैसा उपवास करना है करके यीशु मसीह सिखाता है. ओके, 6-ാം അധ്യായം
19 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങളിൽ, ചാപ്റ്റർ 6 का 19 से लेके 24 तक, ദ ട്രഷേഴ്സ് ഓഫ് ദ ഡിസൈപ്പിൾ. ഒരു ശിഷ്യന്റെ നിക്ഷേപം എവിടാണ് ഇരിക്കുന്നത്? ഒരു ശിഷ്യന്റെ निक्षेपम 19 से लेके 24 में एक विश्वासी का, नैतिक चेले का धन किधर है? धन, वेयर इज इज ट्रेशर? നമ്പർ 1, ഹിസ് ട്രഷർ ഇസ് ഇൻ ഹെവൻ. ഒന്ന് സ്വർഗത്തിലാണ്. 2, ഏക കണ്ണുള്ളവനായിരിക്കും. ഈ വിൽ ബി എ സിംഗിൾ ഐ. ഏക കണ്ണ് എന്ന് പറഞ്ഞാൽ ഒറ്റ ലക്ഷ്യമായിരിക്കും. അല്ലാതെ ഭൂമിയിലെ ചിലതും അവിടുത്തെയും സ്വർഗത്തിൻ്റെയും വേണം, അങ്ങനെ ഈ 2 ലക്ഷ്യബോധത്തോടല്ലായിരിക്കും. സിംഗിൾ ഐ, സിംഗിൾ ഹൈ യോഗ, സിംഗിൾ ഐ, സിംഗിൾ ഡിവോഷൻ. അതാണ് എൻ്റെ അർത്ഥം. ഏക ലക്ഷ്യം, ഏക ദർശനം ആയിരിക്കും. അതാണ് 22-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നത്. वो है वर्सेस 22 में 23 में देख सकते हैं. 22-23 വാക്യം, 22 and 23 में സിംഗിൾ ഐ, സിംഗിൾ ഡിവോഷൻ. 24-ാമത്തെ വാക്യം നോക്കിക്കേ, 24-24, സിംഗിൾ മാസ്റ്റർ, ഏക ഉടമസ്ഥനായിരിക്കും. ഏകി സ്വാമി യോഗ, ദോ സ്വാമി നീ യോഗ. 2 യജമാനന്മാരല്ലായിരിക്കും, ഏക യജമാനൻ, ഏകി മാസ്റ്റർ യോഗ डिसाइपल का. ട്രഷർ കിതരെ? സ്വർഗമേ. ദർശൻ കിതരെ? ഏക്കിയേ. ദർശനം ഒന്നേ ഉള്ളൂ. യജമാനനോ? യജമാനനും ഒന്നേ ഉള്ളൂ. മാസ്റ്റർ ബി ഏക്കിയേ, ദർശൻ ബി ഏക്കിയേ, ട്രഷർ ബി ऊपर है. ഓക്കെ. ഇനി 6-ന്റെ 25 തൊട്ട് ചാപ്റ്റർ 6 का 25 से लेके 34 तक, 25 തൊട്ട് 34 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ശിഷ്യന്റെ ട്രസ്റ്റ്, एक चेले का भरोसा किधर है? ट्रस्ट, ट्रस्ट ऑफ ए डिसाइपल. വേർ ഇസ് ദ ട്രസ്റ്റ്? എവിടാണ് ഒരു ശിഷ്യന്റെ ട്രസ്റ്റ്? എവിടാണ്? 32-ാമത്തെ വാക്യം നോക്കിക്കേ, 32 വചനം ചേർത്തേക്ക്, 6:32. ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. स्वर्ग का पिता जानता है कि तुम्हें ये सब चीज़ों की ज़रूरत है. सो ए डिसाइपल का ट्रस्ट किधर है? इज इन द फादर, इज इन द हेवनली फादർ. ഓക്കെ. ഇതെല്ലാം ആവശ്യമുണ്ട് എന്ന് സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. ये सब तुम्हें ज़रूरत है कर कर स्वर्ग का पिता जानता है. क्या ज़रूरत है? വേഴ്സസ് 25, 25-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും, 2, എന്ത് കുടിക്കും, 3, എന്ത് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ട് വിചാരപ്പെടരുത്. 3 കാര്യം: എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും. 3 बातें वर्सेस 25 में क्या है? क्या खाएंगे, क्या पिएंगे, क्या पहनेंगे. लेकिन आज टेंशन पूरा इसी का है. എന്നാൽ ഇന്ന് ടെൻഷൻ മൊത്തം ഇതിനാ. പ്രാർത്ഥിക്കുമ്പോൾ ഇതിനു വേണ്ടിയില്ല പ്രാർത്ഥിക്കുന്നത്. പ്രെയർ भी इसके लिए करते, क्या खाएंगे, क्या पिएंगे. ഇത് കിട്ടാൻ വേണ്ടിയല്ല സ്വർഗരാജ്യം അന്വേഷിക്കേണ്ടത്. ये मिलने के लिए नहीं स्वर्ग का राज्य खोजना है. 33-ാമത്തെ വാക്യം, 33. എന്താ എഴുതിയിരിക്കുന്നത്? പലരും ഈ വാക്യം തെറ്റായിട്ട് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബോസ് ആരെങ്കിലുമൊക്കെ ഈ ഗലത് രീതി से बोलता मैंने सुना है. അവർ പറയുന്നത് ഞാൻ പറയാം: മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി സകലവും കിട്ടുമെന്ന്. കേട്ടിട്ടുണ്ടോ അങ്ങനെ? നിങ്ങളായാലും പ്രാർത്ഥിക്കുന്നുണ്ടോ അങ്ങനെ? സകലവും കിട്ടുന്നു. സകലവും എന്നല്ല അവിടെ ഇരിക്കുന്നത്. എന്താ ഇരിക്കുന്നത് നോക്കിക്കേ? മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും എന്ന് പറഞ്ഞാൽ 25-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ എന്തുടുക്കും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബേസിക് നീഡ് തരുമെന്ന്. വീട് പോലും തരുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ വീട് കിട്ടുന്നത് ബോണസാണ് കേട്ടോ.
33 देखे, मैं हिंदी में बोलता हूं। इसलिए पहले तुम उसके राज्य और धर्म की खोज करो, तो कुछ लोग पढ़ता हुआ मैंने सुना, ऐसा बोलता हुआ सुना कि ये सब वस्तुएं मिलेगा, सब वस्तुएं मिलेगा करके नहीं लिखा है। क्या लिखा है देखे, ये सब चीजें तुम्हें मिलेगी, ये सब वस्तुएं तुम्हें मिलेगा। ये सब चीजें मतलब 25 में हमने पढ़ा, क्या पिएंगे, क्या खाएंगे, क्या पहनेंगे, मतलब बेसिक നീഡ് देगा. അപ്പോൾ ഇതെല്ലാം കിട്ടാൻ വേണ്ടിയാണോ സ്വർഗരാജ്യം അന്വേഷിക്കേണ്ടത്? അതല്ല, അതിനല്ല അന്വേഷിക്കേണ്ടത്. നാം ദൈവരാജ്യം നീതിയും അന്വേഷിച്ചാൽ നമ്മുടെ നീഡ് ദൈവം തരുമെന്നുള്ള ट्रस्ट നമുക്ക് വേണം. हमारे अंदर भरोसा होना चाहिए, जब हम परमेश्वर के राज्य और परमेश्वर की बादशाही को खोज करेंगे तो हमारे नीड को भी परमेश्वर पूरा करेंगे. गॉड विल डू अवर नीड्स, गॉड विल പ്രൊവൈഡ് വാട്ട് എവർ വി നീഡ്. നമുക്കുള്ള ആവശ്യമുള്ളത് കർത്താവ് നമുക്ക് നൽകും. മനസ്സിലാകുന്നുണ്ടോ പ്രിയരെ? ആർ യു അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്? I know I'm going very fast. Thank you for coming with me. ഞാൻ വേഗം ഒന്ന് പോകുന്നത് എനിക്കറിയാം, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നതിനായി നന്ദി. ചാപ്റ്റർ 7, 7-ാം അധ്യായം, ഫസ്റ്റ് 12 വേഴ്സ്, ആദ്യത്തെ 12 വാക്യം. ദ ഡിസേൺമെൻറ്റ് ഓഫ് ദ ഡിസൈപ്പിൾസ്. ഒരു ശിഷ്യൻ്റെ വിവേചന വരം, അത് പ്രാർത്ഥിക്കണം ആ വരത്തിന് വേണ്ടി. We should pray for discernment. You know, somebody said like this, discernment is not knowing what is right and wrong. Discernment is knowing what is right and almost right. വിവേചന വരം എന്ന് പറയുന്നത് ശരിയും തെറ്റും മനസ്സിലാകുന്നതല്ല. വിവേചന വരം എന്ന് പറയുന്നത് ശരിയും ഏകദേശം ശരിയും മനസ്സിലാക്കുന്നതാണ് വിവേചന വരം. ശരിയും ഏകദേശം ശരിയും അത് മനസ്സിലാക്കണം. ശരിയും തെറ്റും ഇപ്പോൾ ആർക്കും മനസ്സിലാക്കാം, പക്ഷെ ശരിയും ഏകദേശം ശരിയും. അപ്പോൾ ഈ ഡിസൈൻമെൻറ്റ് നോക്കി, ഡിസൈൻമെൻറ്റ് ജरा देखिए, चैप्टर 7 का 1 जरा पढ़िए. 1 വായിച്ചാട്ടെ. दोष मत लगाओ कि तुम पर भी दोष न लगाया जाए. कुछ लोग ये बाइबल का वर्स को अकेला बोलते हैं, दोष मत लगाओ, तुमको भी दोष लगाया जाएगा. है, വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുമെന്ന് ചിലരിങ്ങനെ ദേഷ്യം വരുമ്പോൾ പറയാറുണ്ട്. വിധിക്കല്ലേ ബ്രദറെ, വിധിക്കല്ലേ സിസ്റ്ററെ, നിങ്ങളെയും ദൈവം വിധിക്കും. പക്ഷെ താഴോട്ട് വായിക്കേ, അത് മാത്രം വായിക്കാതെ. സത്യം പറഞ്ഞാൽ താഴോട്ട് വായിച്ചാൽ എന്തോ മനസ്സിലാകും. നീച്ച പടിയെ ജര 2 से जरा पढ़िए. 2 തൊട്ട് നിങ്ങൾ മലയാളം ബൈബിളുള്ളവർ മലയാളത്തിൽ വായിക്കണം. ഹിന്ദി में जरा पढ़िए 2 से. क्योंकि जिस प्रकार तुम दोष लगाते हो उसी प्रकार तुम पर भी दोष लगाया जाएगा, और जिस नाप से तुम नापते हो उसी नाप से तुम्हारे लिए भी नापा जाएगा. तो क्यों अपने भाई की आंख के तिनके को देखता है और अपनी आंख का लट्ठा तुझे नहीं सूझता? जब तेरी ही आंख में लट्ठा है तो तू अपने भाई से कैसे कह सकता है, ला मैं तेरी आंख से तिनका निकाल दूं? हे कपटी, पहले अपनी आंख में से लट्ठा निकाल ले, तब तू अपने भाई की आंख का तिनका भली भांति देखकर निकाल सकेगा. इसके भाई के आंख में क्या है? तिनका. इसके आंख में क्या है? लट्टा. ये लट्टा रखकर भाई को बोलते तिनका निकालता हूं. നോക്കിക്കേ, പ്രശ്നം നോക്കിക്കേ. ഇവന്റെ കണ്ണിൽ എന്തോ ഉള്ള വലിയ കോല്, ഇവന്റെ കണ്ണിലെ കോല് ഇവന് കാണുന്നില്ല, പക്ഷെ സഹോദരന്റെ കണ്ണിലെ കരട് കാണുക. നോക്കിക്കേ. അപ്പൊ ഇവിടെ എന്തുവാ പറയുന്നത്? ഈ കോല് വെച്ചിട്ട് സഹോദരന്റെ കരടിനെ വിധിക്കരുത്, അങ്ങനല്ല ചെയ്യേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം? ആദ്യം നിന്റെ കണ്ണിലെ കോല് മാറ്റിയാൽ സഹോദരന്റെ കരട് നിനക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ വിധിക്കണം, ശരിയായി വിധിക്കണം. ആദ്യം നിന്റെ കോല് മാറ്റിയിട്ട് കരട് എടുത്ത് മാറ്റ്. അതാണ് എൻ്റെ അർത്ഥം. So we should not judge hypocritically. That is the meaning of it. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ കപടത്തിൽ ന്യായം വിധിക്കരുത്, അല്ലെങ്കിൽ കപടത്തിൽ എന്തെങ്കിലും വിധിക്കരുത്. പിന്നെ എങ്ങനെ വിധിക്കണം? നമ്മുടെ കണ്ണിലെ കോല് മാറ്റി മറ്റൊരാളുടെ കണ്ണിലെ കരട് മാറ്റാൻ വേണ്ടി നാം പോകണം. പക്ഷെ നമ്മുടെ കണ്ണിലെ കോല് കാണത്തില്ലെന്നാണ് പലപ്പോഴും സംഭവിക്കുന്നത്. നമുക്ക് മറ്റുള്ള കണ്ണിലെ കരടാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. കോല് കാണുമോ? എന്നൊരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യാനല്ലേ നോക്കുന്നത്. നമ്മൾ പറയുന്നത് നമ്മളെല്ലാം ശരിയാണ്, കോലാണ് കിടക്കുന്ന കണ്ണി. പക്ഷെ മറ്റുള്ളവരുടെ കരടിനെ കുറിച്ച് എന്തോ വലിയ വലിയ കാര്യം പറയുന്നത്.
देखिए, अपनी आंख के लट्टा को रखकर दूसरे आंख की तिनका को जो निकालने के लिए जा रहा है ना, दैट इज हिपोक्रेसी। वो नहीं करने के लिए यीशु मसीह कह रहा है, बट यू शुड डिसर्न प्रॉपरली। मेरे आंख में लट्टा है, ये लट्टा को मैं हटा के, बिना हटा के मैं उस तिनके के पीछे क्यों पड़ा है? लेट मी रिमूव द लॉग, लेट मी, मैं वो लट्टा को निकाल कर उस तिनके को निकालूंगा। दैट इज द मीनिंग ऑफ इट. അടുത്തത് 6ാമത്തെ വാക്യം നോക്കിക്കേ. ചട്ടോ വച്ചൻ ചേരാ പഠിയേ സിസ്റ്റർ. पवित्र वस्तु कुत्तों को ना दो और अपने मोती सूअरों के आगे मत डालो, ऐसा न हो कि वे उन्हें पांव तले रौंदें और पलटकर तुमको फाड़ डालें। हाँ, कुछ लोगों का तिनका आप निकालने के लिए जाना, लेकिन कुछ लोगों का निकालने के लिए नहीं जाना, क्योंकि वो लोग कौन है? वहां पर लिखा है कुत्तों को और सूअरों के सामने മോത്തി കോ നേടാനല്ല. ചിലരുടെ കണ്ണിൽ നിന്ന് കരട് മാറ്റിക്കണം. അവർ ഓക്കെ എന്ന് പറയും, ഓക്കെ ബ്രദറെ താങ്ക് യു, കണ്ണിൻ്റെ കരട് മാറ്റിയതിനായി നന്ദി എന്നൊക്കെ പറയും. പക്ഷെ ചിലരുണ്ടല്ലോ, നമ്മൾ പറയാൻ പോയി കഴിഞ്ഞാൽ പറയുന്ന കാര്യവും നമ്മളെ വലിച്ചു കീറിക്കളയും. കാര്യം അവരാരാണ്? വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, മുത്തുകളെ പന്നികളുടെ മുമ്പിൽ എന്ത് ചെയ്യല്? ഇടല്, ചവിട്ടിക്കളയും. അപ്പം ഇത് നമ്മൾ ശരിക്കും ഡിസേൺ ചെയ്യണം. ഞാൻ ഈ പറയാൻ പോകുന്ന വ്യക്തി ഇതിനെ എങ്ങനെ എടുക്കും? ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം അതിനെ നിരസിച്ച് കളഞ്ഞ് നിന്ദിച്ച് കളഞ്ഞ് അതിനെ ചവിട്ടുന്ന വ്യക്തിയാണോ എന്നുള്ള ശരിയായ ഡിസേൺമെൻറ്റ് നമുക്ക് വേണം. പ്രോപ്പർ ഡിസേൺമെൻറ്റ് हमें होने की ज़रूरत है. That is what we can see here. Next, verse 7, 7ാമത്തെ വാക്യം. യാചിപ്പീൻ എന്നാൽ കിട്ടും. എന്താ കിട്ടും? വണ്ടിയാണോ? മാങ്കോ तो तुम्हें दिया जाएगा. क्या मांगना है? എന്തോ ചോദിക്കണ്ടേ? കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുമ്പോൾ വിവേചിക്കാനുള്ള വിവേചന വരം നൽകണമേ. गिव मी ए डिसर्नमेंट, पहचानने का सही बुद्धि को दे. എൻ്റെ കണ്ണിലെ കരട്, എൻ്റെ കണ്ണിലെ കോല് കാണാനുള്ള ജ്ഞാനത്തെ നൽകണമേ. സഹോദരൻ്റെ കണ്ണിൻ്റെ കരട് മാറ്റിയാൽ എന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഞാൻ എൻ്റെ കണ്ണിലെ കോലും മാറ്റി, സഹോദരൻ്റെ കണ്ണിലെ കരടും മാറ്റി കഴിഞ്ഞാൽ എന്താ സമൂഹമായിരിക്കും? എല്ലാം ശരിക്കും കാണുന്നൊരു സമൂഹമായിരിക്കും. എന്നാൽ കരട് മാറ്റം നടക്കുന്ന പുള്ളികളെല്ലാം ഇങ്ങനെ നടക്കുമ്പോൾ സമൂഹം എങ്ങനെയുള്ള സമൂഹമായിരിക്കും? അന്ധന്മാരുടെ സമൂഹമായിരിക്കും. അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? കർത്താവേ, ഈ വിവേചന വരം എനിക്ക് നൽകണമേ, ഈ ഡിസേൺമെൻറ്റ് എനിക്ക്. അങ്ങനെ യാചിക്കുന്നവന് കിട്ടും. നല്ല ദാനങ്ങളെ കൊടുക്കുന്ന പിതാവാണ്. ऐसा मांगने वाले को परमेश्वर देगा. गॉड विल गिव विजडम, गॉड विल गिव डिसर्नमेंट, क्योंकि ऐसा मांगने वाले को देने के लिए परमेश्वर स्वर्ग में है. अच्छे दानों को देने वाला परमेश्वर है. ഈ പർവ്വത പ്രസംഗം, ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗം നോക്കിക്കേ. 13-27, 13-27 വരെയുള്ള വാക്യങ്ങൾ. ദ കൺക്ലൂഷൻ ഓഫ് ദിസ് സെർമൺ, ഈ പ്രസംഗത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ ഉപസംഹാരമാണ് 13-27. 13-27 കൺക്ലൂഷൻ. ക്യാ കൺക്ലൂഷൻ ദേഖേ? എങ്ങനെ കൺക്ലൂഷൻ നോക്കിക്കേ. 13-14 വാക്യം, 13 and 34. 2 ടൈപ്പ് വാതിലും 2 ടൈപ്പ് വഴിയും 2 ടൈപ്പ് ലക്ഷ്യസ്ഥാനവും. 13 and 14 में जरा देखिए. 2 तरीके का फाटक, 2 तरीके के रास्ते और 2 तरीके के मंजिल. 2 gates, 2 ways and 2 destiny. 15 से लेके 20, 15 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങളിൽ 2 kinds of trees, 2 kinds of fruit. 2 तरीके के पेड़ और 2 तरीके के फल को देख सकते हैं. 2 വിധത്തിലുള്ള വൃക്ഷത്തെയും 2 വിധത്തിലുള്ള ഫലത്തെയും കാണും. 21, 22, 23 വാക്യം, 21, 22, 23. 2 ടൈപ്പുള്ള ശിഷ്യന്മാരെ കാണും. 2 kinds of disciples. 2 तरीके के चेलों को देख सकते हैं. एक बोलता है പ്രഭു പ്രഭു करके കാലി बोलता है, प्रभु की मर्जी नहीं करता. ഒരാൾ എന്ത് ചെയ്യും? കർത്താവേ കർത്താവേ എന്ന് വിളിക്കും, പക്ഷെ കർത്താവിൻ്റെ ഹിതം ചെയ്യാത്തൊരു വ്യക്തി. എന്നാൽ മറ്റേ ആളോ കർത്താവേ കർത്താവേ എന്നും വിളിക്കും, കർത്താവിൻ്റെ ഹിതം ചെയ്യുന്ന ശിഷ്യൻ. ഓക്കെ. ലാസ്റ്റ് 24 से लेके 27,
24 തൊട്ട് 27 വരെയുള്ള വാക്യങ്ങൾ, 2 kinds of foundation, 2 तरीके के बुनियाद को देख सकते. 2 ടൈപ്പുള്ള അടിസ്ഥാനങ്ങളെ. ഒന്ന്, മണൽമേൽ പണിത വീട്, ഏക് മിട്ടി पर रेत पर बनाए हुआ घर. 2, പാറമേൽ പണിത വീട്. दूसरा जो है चट्टान पर बनाया हुआ घर. चट्टान पर बनाया हुआ घर किसके ऊपर बनाया हुआ है? യേശു മസീഹ് के वचन के ऊपर बनाया हुआ है. യേശു കർത്താവിൻ്റെ വചനത്തിൻ്റെ മേലാണ് ആ ഗ്രഹം പണിതിരിക്കുന്നത്. യു നോ വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ദിസ്? എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നറിയാമോ? യേശു ചോദിക്കുക, നമ്മൾ ഏത് വഴി കൂടാ പോകുന്നത്? നമ്മൾ ഏത് വൃക്ഷമാണ്? നമ്മൾ എങ്ങനെയുള്ള ടൈപ്പുള്ള ശിഷ്യന്മാരാണ്? നമ്മൾ എവിടാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ പണിതിരിക്കുന്നത്? പാറയിലാണോ അതോ മണൽമേലാണോ? മണൽമേലാണെങ്കിൽ കാണാൻ ഇന്ന് ഭംഗിയായിരിക്കും, പക്ഷെ അത് വീഴും. ഫലം കായ്ക്കുന്നില്ലെങ്കിൽ തീയിലിടും. വിശാല വഴിയിലാണെങ്കിൽ നാശത്തിലേക്ക് ചെല്ലും. കർത്താവെ മാത്രം വിളിക്കുന്നെങ്കിൽ കർത്താവ് ഒരു ദിവസം പറയും, ഞാൻ അറിയുന്നില്ല. നോക്കിക്കേ, परमेश्वर यीशु मसीह पूछ रहा है, आप कौन से रास्ते पे हो? आप कौन से पेड़ हो? आप कैसे डिसाइपल हो? आपने अपना मसीह जिंदगी किधर बनाया है? वेयर इट इज बिल्ट. अगर चौड़ा रास्ते में है तो नाश में जाएंगे. अच्छा फल, अच्छा पेड़ नहीं है तो काट दिया जाएगा, जला दिया जाएगा. केवल प्रभु प्रभु करके बोलने वाला चेला है तो यीशु मसीह उस दिन बोलेगा, मैं तुझे नहीं जानता. अगर रेत में बनाया हुआ घर है तो वो गिर जाएगा. वेरी कन्विक्टिंग സർമൺ. ആജ് സുനता हुआ जैसा പ്രചാർ नहीं है. ഇന്ന് കേൾക്കുന്ന പ്രസംഗം പോലല്ല യേശുവിൻ്റെ ഈ പ്രസംഗം, കേട്ടോ. ഇന്ന് ഏറ്റവും അവസാനം നല്ലൊരു ആരാധിച്ച് കൈയൊക്കെ അടിച്ച് അന്യഭാഷയൊക്കെ പറഞ്ഞ് എന്ന് വേണ്ട, കാര്യങ്ങളെല്ലാം ചെയ്തങ്ങ് പോവും. പക്ഷേ യേശുവിൻ്റെ പ്രസംഗത്തിൽ കൺവിക്റ്റ് ചെയ്യുകയാണ് നമ്മൾ ആരാ. ജീസസ് के सरमन में यीशु मसीह हमको कन्विक्ट करता है and is asking me, who are we? May God bless us. May we truly be found in the kingdom of heaven. കർത്താവിൻ്റെ രാജ്യത്തിൽ നാം ഉള്ളവരായി, ആ യേശുവിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ നാം ജീവിക്കുന്നവരായി, യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ അങ്ങനെ ജീവിക്കുന്നൊരു ശിഷ്യൻ പ്രത്യക്ഷമായി തന്നോടുകൂടെ എപ്പോഴും വസിക്കുന്നൊരു കാലമുണ്ട്. अगर आज यीशु मसीह के उस किंगडम के नीचे, उस रूल के नीचे अगर हम लोग आज जी रहे, तो जीसस के सेकेंड कमिंग में मैं और आप लोग उसके राज्य में राज्य करेंगे, उसके राज्य में हम लोग प्रवेश कर जिएंगे. मे गॉड हेल्प अस टू लिव a life under the rule of King Jesus Christ. Let Jesus rule our heart. Let Jesus rule our life. യേശു നമ്മുടെ ജീവിതത്തെ ഭരിക്കട്ടെ. Let Jesus rule our family. Let Jesus rule our church. Let us do God's will. ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. Let's pray.